കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു മഷ്റൂം പെപ്പർ റോസ്റ്റാണ് ചെയ്യാൻ പോണത്. ഇത് ഭയങ്കര പെട്ടെന്ന് ചെയ്യാൻ പറ്റും, പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മഷ്റൂം ഇഷ്ടമില്ലാത്ത ആളുകൾ വരെ ഇത് കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിന് മുന്നൊരു സാധാ സിമ്പിൾ പുലാവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ വെജിറ്റേറിയൻകാർക്ക് പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. ചപ്പാത്തിയുടെ കൂടെ ഒരു കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, നിങ്ങൾക്ക് അരിഞ്ഞ് വേണമെങ്കിൽ ചേർക്കാം. അരിഞ്ഞ് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാനിപ്പോൾ ഇത് ചതച്ചത് ഇരുന്നത് കൊണ്ട് കിട്ടുമെന്നുള്ളൂ. അപ്പോൾ വെളുത്തുള്ളിയാണ്, ഒരു 3 അല്ലി വെളുത്തുള്ളി മതി. ഇഞ്ചി ഒരു ചെറിയ പീസ്, അരിയാണെങ്കിൽ ആ രീതിയിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൽ ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 2-3 പച്ചമുളക്, ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിനെ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ഞാൻ എരിവുള്ള മുളക് പൊടി എടുക്കാറില്ല, അതുകൊണ്ടാണ് 4 പച്ചമുളക് ചേർത്തത്. ഇനി ഇതിനകത്തേക്ക് ഒരു മീഡിയം സൈസിലുള്ള 4 ഒണിയൻ, ഞാനിപ്പോൾ അളന്ന് നോക്കിയപ്പോൾ 2 കപ്പ് നിറച്ച് ഒണിയൻ ഉണ്ട്. അത് ഞാൻ അരിഞ്ഞത് ചെറിയതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തേക്കുന്നതാണ്, 2ആയിട്ട് കീറിയിട്ട് അതിനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് വാടി ട്രാൻസ്പെറൻ്റായിട്ട് ഒന്ന് കളർ മാറി വരണം, അതുവരെ നമുക്കിതിനെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിക്കണേ, നമുക്കിനി തക്കാളിയും ആ പൊടികളൊക്കെ മൂപ്പിക്കാനുള്ളതാണ്. അപ്പോൾ അതിന് ഈ ഒണിയനൊക്കെ ഒന്ന് വാടി വരെ ഇച്ചിരി ഓയിൽ കൂടുതൽ വേണം. അപ്പോൾ പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിടുക. ഒണിയൻ ഒന്ന് വാടി കുറച്ച് ഒരുപാട് ഇങ്ങോട്ട് ബ്രൗൺ കളർ ആവണ്ട, അതിന് മുന്നായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർക്കാം. അപ്പോൾ പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയുടെ അളവ് കുറച്ചാണ്. കുറച്ച് മഞ്ഞളുടെ പൊടി, അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമുളക് ഒന്ന് മാറട്ടെ, ഒരു 2 മിനിറ്റ് കേട്ടോ, കാരണം ചട്ടി നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. അതൊന്ന് പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നമ്മൾ ഒണിയൻ എടുത്തതിൻ്റെ പകുതി ടൊമാറ്റോ, അപ്പോൾ 2 കപ്പ് ഒണിയനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് ടൊമാറ്റോ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിനെ ചേർത്തു. ടൊമാറ്റോനെ ചേർത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ടൊമാറ്റോ, നല്ല പഴുത്ത ടൊമാറ്റോ ആണെങ്കിൽ പെട്ടെന്ന് അത് വെന്ത് വരും കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോ ഒന്ന് ഇടയിലൊന്ന് 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ ഞാൻ, അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, ആ തക്കാളി എന്നുള്ള വെള്ളത്തിൽ തന്നെ അത് വെന്ത് വന്നോളും. ഇതിനകത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കണേ ഒരു 200 ഗ്രാം മഷ്റൂമിനെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വലിയ മഷ്റൂമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിനെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ പിളർന്നെടുത്തിട്ടുണ്ട്, അതിന് ഇട്ട് കൊടുക്കാം. ഇനി അത് വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല, മഷ്റൂമിൽ സാധാരണ വെള്ളം ഉള്ളതാണ്. അപ്പോൾ ഈ മഷ്റൂം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മഷ്റൂമിൽ ചെറുതായിട്ടൊരു ഉപ്പ് രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ടൊമാറ്റോയിലേക്കും ഒണിയനൊക്കെ വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം വാരിക്കോരി ഉപ്പിട്ട് കൊടുക്കരുത്, ഒന്ന് എൻഡിൽ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. ഇതിൽ കൂടുതൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയേ, അല്ലെങ്കിൽ ഇതിനെ ആ കൂണിയിൽ നിന്ന് തന്നെ വെള്ളത്തിൽ തന്നെ വെന്ത് വന്നോളും. നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ മഷ്റൂം പെപ്പർ റോസ്റ്റ് കണ്ടില്ലേ, വെള്ളമൊക്കെ വന്ന് നിറഞ്ഞ് ഒരു പ്രാവശ്യം ഞാൻ ഇളക്കിയിട്ട് കൊടുത്തു. എൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, തക്കാളിയുടെയും മഷ്റൂമിൻ്റെയും ഒക്കെ കൂടി വെള്ളം. അപ്പോൾ അതൊന്ന് വെള്ളം കോരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മഷ്റൂമിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, ഒരുപാട് ഓവർ കുക്ക് ആവാനും പാടില്ല അത്. ഇനി നമുക്കിതിനകത്ത് കുറച്ചും കൂടി മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ഗ്രേവി പരുവത്തിൽ ഞാനിതിനെ ഇറക്കി വയ്ക്കാൻ പോവാണ്. ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെപ്പർ പൗഡർ നിങ്ങളുടെ എരിവനുസരിച്ച് ചേർത്തോളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂണ് പെപ്പർ പൗഡറാണ് ഇട്ട് കൊടുക്കണേ. പെപ്പർ റോസ്റ്റ് ആണല്ലോ, അപ്പോൾ കുറച്ച് പെപ്പർ പൗഡർ അധികം വേണം, പക്ഷേ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല. ഇതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യുക. മല്ലിയുടെ ഇലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തോളൂ. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൂടി കൊടുക്കാം. ഞാൻ ഉപ്പിട്ട് കൊടുത്തില്ല, ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഞാൻ ഒണിയനിലേക്കും ടൊമാറ്റോയിലേക്കും ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഉപ്പ് ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം പെപ്പർ റോസ്റ്റ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത്. ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ ഇത് പുലാവിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒപ്പം ഒക്കെ കിടിലൻ കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റേറിയൻകാർക്ക് ഒരു ഗുഡ് ഓപ്ഷനാണ്.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.